എൻഗേജിങ് ആയിരുന്നു എന്ന് വെച്ചാൽ ആ പടം 3 കഥാപാത്രങ്ങളെ വെച്ച് എങ്ങനെ ഒരു പടം മൂവ്മെൻറ്റ് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ആദ്യം ഒരു തോട്ട് വരും. പക്ഷേ 3 കഥാപാത്രങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം. വിധേയൻ, പലരി മാണിക്യം, അതൊക്കെയാണ് അതിൻ്റെ ഒരു. അതിനപ്പുറത്തേക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല. പലരും അതിൻ്റെ മേളിലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അടിപൊളി പടം ബ്രോ. എന്ന് വെച്ചാൽ മേക്കിംഗ് വൈസ് അടിപൊളിയാണ്. എന്ന് വെച്ചാൽ മലയാളത്തിൽ ഇതുവരെയായിട്ട് അങ്ങനത്തെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ. ആ പടം 4 പേരുള്ള അഭിനയിക്കാൻ, പക്ഷേ അവരവരുടെ കരിയർ ബെസ്റ്റാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആർട്ട് വർക്കാണ് ഏറ്റവും കൂടുതൽ. പിന്നെ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ പടത്തിൻ്റെ ആ ഒരു മാറിയൊരു യെസ്. അതിലും അത് നമ്മുടെ തുമ്പാട് ഉണ്ടോ, തുമ്പാട് പോലത്തെ ഒരു മേക്കിംഗ് ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത്രയും വന്നിട്ടില്ല, എന്നാലും വന്നിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലൊരു ബഡ്ജറ്റ് വെച്ച് ഒരു മുത്തശ്ശി കഥ പറയുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മേക്കിംഗ്. തിയേറ്ററിക്കൽ വാച്ചാണ് മസ്റ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഫുള്ള് നമുക്ക് ആ ഒരു ഫീലിലോട്ട് നമ്മൾ എത്തിക്കും. പിന്നെ പുതിയൊരു എക്സ്പീരിയൻസ്, നല്ലൊരു പടമാണ്. എന്തായാലും മസ്റ്റ് വാച്ച് തിയേറ്ററിൽ. കണ്ടപ്പോൾ നല്ലൊരു ഫീലായിരുന്നു. നമുക്കിത് കാണാൻ പറ്റിയിട്ടില്ലല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നല്ലൊരു ഫീലായിരുന്നു. അടിപൊളി പടം. ആദ്യത്തെ അനുഭവമായിരുന്നു. പിന്നെ അടിപൊളി പടമാണ് ഉറപ്പായിട്ടും. എന്ന് വെച്ചാൽ എൻഗേജിങ് ആയിരുന്നു. എന്ന് വെച്ചാൽ ആ പടം 3 കഥാപാത്രങ്ങളെ വെച്ച് എങ്ങനെ ഒരു പടം മൂവ്മെൻറ്റ് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ആദ്യം ഒരു തോട്ട് വരും. പക്ഷേ ഇത് പടം ഫുൾ എൻഗേജ്ഡ് ആണ്. എന്ന് വെച്ചാൽ തുടക്കം തൊട്ട് ആ 3 കഥാപാത്രങ്ങളെ കൊണ്ട് ലാഗ് അടിപ്പിക്കാതെ ചെയ്തത് രാഹുൽ പുള്ളി ഡയറക്ടറിനെ സമ്മതിച്ചു കൊടുക്കണം. അർജുൻ അശോകിൻ്റെ എല്ലാവരും, അർജുൻ അശോകിൻ്റെ, സിദ്ധാർത്ഥ് ഭരതിൻ്റെ ആണെങ്കിലും കരിയർ ബെസ്റ്റാണ്. ഇൻട്രോ മമ്മൂക്കയുടെ ഇൻട്രോ ചെറിയൊരു അതിഭീകരം സ്ലോ ആണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റും പിന്നെ അത് റിവീൽ ചെയ്യുന്നതും അടിപൊളിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് നമ്മൾ തുടങ്ങുന്ന ആ സമയത്ത് മാത്രമേ നമുക്ക് ആ ഫീൽ വരത്തുള്ളൂ. പിന്നെ കഥയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് തീർച്ചയായിട്ടും നല്ല അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ഉള്ള നന്നായിട്ട് അഭിനയിച്ചു. 4 ഏകദേശം 3 കഥാപാത്രങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു തിയേറ്റർ അനുഭവം. അങ്ങനെ ഒരു അത്യാവശ്യം നല്ലൊരു സിനിമ. പേടിപ്പെടുത്തതല്ല, ഒരു ക്യൂരിയോസിറ്റിയും ഒക്കെ ഉള്ള രീതിയിൽ. അതെ തീർച്ചയായും നല്ല പടം, വളരെ നല്ല പടം. ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. ആദ്യം മാത്രം ഇത്തിരി ഒരു ഫസ്റ്റ് ഹാഫ് മാത്രം ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി. പിന്നീട് അങ്ങോട്ട് സെക്കൻഡ് ഹാഫ് നല്ല രസമാണ്. മമ്മൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വില്ലൻ എന്നുള്ള ഒരു ഇതല്ലല്ലോ അത്. അതൊരു വില്ലൻ എന്നുള്ളൊരു കാറ്റഗറി പെടുത്താവുന്നതല്ല ആ റോളിൻ്റെ. അങ്ങനെ എനിക്കങ്ങനെ തോന്നിയില്ല. എനിക്ക് പലരി മാണിക്യം, അതാണ് എനിക്ക് ഇതിന് വിധേയൻ, പലരി മാണിക്യം, അതൊക്കെയാണ് അതിൻ്റെ ഒരു. അതിനപ്പുറത്തേക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല. പലരും അതിൻ്റെ മേളിലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പലരി മാണിക്യമാണ് അതിൻ്റെ ഒരു. മറ്റേ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അത് പീക്കായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കയറിയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വെറൈറ്റി കണ്ടുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒന്നിന് മേളിലൊന്ന് എന്നുള്ളൊരു അഭിപ്രായത്തിനെ കുറിച്ചൊരു കമ്പാരിസണൊന്നും നമുക്ക് ഇതല്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇതിനേക്കാളിലുമൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം പലരി മാണിക്യം എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ അത്. പക്ഷേ അത് വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കളറിൽ കണ്ടാൽ പോലും ഇത്രയും ഒരു വെറൈറ്റി തോന്നത്തില്ല. അതുകൊണ്ടാണ് അതൊരു വ്യത്യസ്തത തോന്നിയത്. അത് തന്നെ ആ ഒരു കാലഘട്ടം പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇത് നമുക്ക് തോന്നി. അർജുൻ അശോകൻ ബെസ്റ്റ്. സിദ്ധാർത്ഥ് ഭരതനാണ് എനിക്ക് ഏറ്റവും ടോപ്പായിട്ട് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ഭയങ്കര, അതിനൊക്കെ മേളിൽ നിൽക്കും. വളരെ അതിനും മേളിൽ നിൽക്കുന്ന സിദ്ധാർത്ഥ് ഭരതൻ്റെ ഒരു കരിയർ ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അർജുൻ അശോകനും നല്ല പോലെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. അതാണ്. അതെ സിദ്ധാർത്ഥ് ഭരതൻ്റെ ആണ് എനിക്ക് ഏറ്റവും ടോപ്പായിട്ട് തോന്നിയത്. ഫാമിലി കുട്ടികളുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാലേ കുട്ടികൾക്കൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഡൈജസ്റ്റ് ചെയ്യുമെന്നുള്ളത് എനിക്കൊരു ഡൗട്ടുണ്ട്. കുട്ടികൾക്ക് അല്ലാതെ അത് മാത്രമല്ല, ആ ഒരു ഡൈജസ്റ്റിൻ്റെ ഒരു പ്രശ്നം കുട്ടികൾക്ക് അത് അത്രയും ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു നല്ല വെർത്ത് വാച്ചാണ്.